എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മിനി വിൽസൺ. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ പൊന്നാങ്കയം എന്ന മലയോര ഗ്രാമത്തിൽ കഴിഞ്ഞ 8 വർഷമായി കൂൺ കൃഷി ചെയ്തു വരുന്നു. അതിനോടൊപ്പം തന്നെ കൂണിൻ്റെ വിത്തും ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ കൂണിൻ്റെ അച്ചാറും ഓർഡർ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആർക്കും എളുപ്പത്തിൽ എങ്ങനെ കൂൺ കൃഷി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. പൊതുവെ നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നത് വൈക്കോലിലോ അറക്കപ്പൊടിയിലോ ചകിരിച്ചോറിലോ ഒക്കെയാണ്. അതിനൊക്കെ അതിൻ്റെതായ സമയവും അധ്വാനവും വളരെ വലുതാണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഒഴിവാക്കി ഏറ്റവും എളുപ്പത്തിൽ ആർക്കും എത്രയും വേഗം കൂൺ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് പെല്ലറ്റ്. നമ്മുടെ കന്നാലിക്ക് കൊടുക്കുന്ന പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ടോ. ഇതാണ് കൂൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പെല്ലറ്റ്, മഷ് പെല്ലറ്റ്. ഇത് 1 കിലോ കൃത്യം അളന്ന് തൂക്കി വെച്ചിരിക്കുന്ന 1 കിലോ പെല്ലറ്റ്. ഈ 1 കിലോ പെല്ലറ്റിലേക്ക് എന്ത് വേണം? നമ്മൾ 1.5 ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 ലിറ്റർ വെള്ളത്തിൻ്റെ അളവ് വളരെ കൃത്യമായിരിക്കണം. 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ ആയിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. തുള്ളി പോലും കൂടിപ്പോയത്. നമ്മളെല്ലാവരും വീട്ടിൽ ചായ കലർത്തുന്നവരൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല വെട്ടി തിളച്ച വെള്ളമായിരിക്കണം എന്ന് മാത്രം. അത് നമ്മളിതാ ഇങ്ങനെ പെല്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൈ കൊള്ളാണ്ട് നോക്കണം. വളരെ സൂക്ഷിച്ച് അതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമായിരിക്കണം. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പെല്ലറ്റ് കുതിർന്ന് പൊങ്ങി വരും. എന്നിട്ട് എന്ത് വേണം? നമ്മൾ ഒന്നെങ്കിൽ ഇത് മടക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കെട്ടി വെക്കുക. എന്ത് വേണേലും ആകാം. ഇത് ചൂട് പോകാത്ത രീതിയിൽ ഇത് ഒന്ന് കെട്ടി വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ് പെല്ലറ്റ്. അതാണല്ലോ ഈ രൂപത്തിലാക്കി എടുക്കുന്നത്. അതിൻ്റെ കൂടെ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ നശീകരണം പൂർത്തിയാകും. ഇതാണ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ച പെല്ലറ്റ്. ഇത് ചൂടാണ്. കണ്ടോ, പെട്ടെന്ന് കുതിർന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നലെ ഇതിന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ച പെല്ലറ്റാണ്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം അത് തണുക്കാൻ അനുവദിക്കണം. ഒരു 12 മണിക്കൂറെങ്കിലും നമ്മളിത് തണുപ്പിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വിത്തിട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത്, ഇത് ശരിക്കും തണുത്ത പെല്ലറ്റാണ്. ഇത് നമ്മൾ ഈ കവർ ഇങ്ങനെ തുറക്കാണ്ടിയോ ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ പെല്ലറ്റ് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. കൈയിട്ട് ഇളക്കാണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി കൂണിൻ്റെ വിത്ത്. ഇതാണ് കൂണിൻ്റെ വിത്ത്. ഒരു പാക്കറ്റ് 300 ഗ്രാം കൂൺ വിത്ത്. ഇത് 2 ബെഡ് ചെയ്യാനുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതി പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഉടയ്ക്കുക. കൈയിട്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പുറത്തോട്ട് പാത്രത്തിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഇങ്ങനെ പകുതി എടുത്തിട്ട്, ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കൈയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ യോജിപ്പിച്ച് ഈ വിത്ത് ഇങ്ങനെ നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ വിത്തിട്ട് കുറച്ച് അറക്കപ്പൊടി ഇട്ട് അല്ലെങ്കിൽ വൈക്കോലിട്ട് പിന്നെ തട്ടാക്കി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഈ വിത്ത് ഇതിലേക്ക് ഇപ്പോൾ യോജിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. സെലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ സെലോ ടേപ്പ് അല്ല, സോറി, മൈക്രോസ്പോർ ടേപ്പ്.
മൈക്രോസ്പോർ ടേപ്പ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിന് പകരം സെലോ ടേപ്പ് ഒട്ടിക്കരുത്. അപ്പോൾ ഇതിൽ വായുസഞ്ചാരം ഉണ്ടാകില്ല. ഈ ടേപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് വായു സഞ്ചാരം ഉണ്ടാകാനും വിത്ത് പടരാനും ഒക്കെ മൈസീലിയം പടരാനും കൂൺ വിത്ത് കൂണായി മാറാനും ഒക്കെ പറ്റുകയുള്ളൂ. ഈ സെലോ ടേപ്പ് ഇച്ചിരി പൊളിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. അവിടെ ഒന്നുകൂടി അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ചൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവിടെ അങ്ങനെ വിട്ടു പോകുന്നിടത്ത് നമ്മൾ ഒന്നുകൂടി സെലോ ടേപ്പ് ഒന്ന് വെച്ച് ഒട്ടിച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്നുകൂടി ഇതുകൊണ്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂൺ ബെഡ് തയ്യാറായി. ഇത്രയും പണിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂൺ ബെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കവറ് സാധാ കവറല്ല, PP കവറാണ്, പോളിപ്രൊപ്പിലീൻ കവറാണ്. അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് ഉരുകി പോകാത്തത്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കവർ ഒരിക്കലും ഇതിൻ്റെ വാഭാഗം ഇങ്ങനെ മടക്കാൻ പാടില്ല. കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട്, എന്തെങ്കിലും മടക്കി വെച്ചേക്കാം എന്ന് നമ്മൾ വിചാരിച്ച് ഇതിങ്ങനെ മടക്കാനൊന്നും പാടില്ല. മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറില്ല. അതുപോലെ തന്നെ റബ്ബർ ബാൻഡിട്ട് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ കെട്ടിവെക്കാനും പാടില്ല. ഇത് കെട്ടിവെക്കാം എപ്പോഴാന്ന് വെച്ചാൽ ഒരു 20 ദിവസം കഴിയുമ്പോൾ ഈ വെള്ള പൂപ്പൽ വന്ന് നിറയും. കൂൺ ബെഡ് മൊത്തമായിട്ട് വെള്ള കളറായി ഇതിന് ശേഷം നമുക്ക് ഈ ബെഡ് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് റബ്ബർ ബാൻഡിട്ട് കെട്ടിവെച്ച് മോൾ ഭാഗം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതുവരെ ഇത് കട്ട് ചെയ്ത് കളയരുത്. ഈ മൈക്രോസ്പോർ ടേപ്പിൻ്റെ ഉള്ളിൽ കൂടി വായു ഇതിനുള്ളിലേക്ക് കടന്ന് വിത്തിൽ നിന്ന് മൈസീലിയം പടർന്ന് ബെഡ് മുഴുവൻ നല്ല വെള്ള കളറിലായി വളർച്ച എത്തി വരണം. അതിന് ഈ ടേപ്പ് തന്നെ ഉപയോഗിക്കണം. മൈക്രോസ്പോർ ടേപ്പ് തന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് തന്നെ അതിന് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേപ്പ് തന്നെ മേടിക്കണമെന്ന് പറയുന്നത്. വേറെ ഒരു ടേപ്പ് നമ്മൾ സെലോ ടേപ്പോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയുമാണ് ഈ ബെഡ് തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പൂർണ്ണ വളർച്ചയെത്തിയ ബെഡിൽ നിന്ന് കൂൺ ഉണ്ടായി നിൽക്കുന്നത് കാണാം. അത് എത്രയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് പറിച്ച് തൂക്കി നോക്കാം. ആദ്യത്തെ വിളവെടുപ്പാണ് വേണ്ടത്. ഒരു മാസമായത് ഒരു കൂൺ ബെഡാണ്. അതിൽ നിന്ന് കൂണുണ്ടായി നിൽക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് പറിച്ചിട്ട് തൂക്കി നോക്കാം എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പറിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെയൊന്ന് പിരിച്ചു കൊടുക്കുക. ഇതുണ്ട്. ഇതിങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ച് അതുണ്ടൊരു മൂട്. എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കാം. 492 ഗ്രാം ഉണ്ട്. ആദ്യത്തെ വിളവെടുപ്പാണിത്. ഫസ്റ്റ് വിളവെടുപ്പിൽ തന്നെ ഈ ബെഡിൽ നിന്ന് 492 ഗ്രാം നമുക്ക് കൂൺ കിട്ടി കഴിഞ്ഞു. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള വേറൊരു ബെഡും കൂടി നമുക്ക് നോക്കാം. ഇത് വേറൊരു ബെഡാണ്. ഇതിൽ നിന്ന് നമുക്ക് കൂൺ പറിക്കാം. ഇതിൻ്റെ തൂക്കം കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. ആ കൂൺ പറിച്ചു. ഒരു മൂട് കിട്ടി. ഇനി അടുത്ത മൂട് ഇങ്ങനെ പിരിച്ച് അതും പറിച്ച് അതൊന്ന് തൂക്കി നോക്കാം. എത്രയുണ്ട്? ഇത് 358 ഗ്രാം. ആ ഫസ്റ്റ് വിളവെടുപ്പ് അതും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കൂണിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിലാണ്, 10 ദിവസം കഴിയുമ്പോഴാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആയിട്ടാണ് അടുത്ത വിളവെടുപ്പ് കിട്ടുന്നത്. ഇങ്ങനെ ഈ ബെഡ് നമുക്ക് ഒരു 4-5 മാസം എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഇതുപോലെ കൂണുകൾ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളിത് വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചുകൊണ്ടിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്കിങ്ങനെ കൂൺ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അത് മൈക്രോസ്പോർ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തതാണ്. ഇതുപോലെ വെള്ള ബെഡ് ആയതിനു ശേഷം നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടോ എന്തെങ്കിലും നമുക്കിങ്ങനെ മെല്ലെ വരഞ്ഞ്
കൊടുക്കണം. വരഞ്ഞ് ഒരു 4-5 സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഇട്ട് കീറലിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ കൂണുകൾ ഈ വരയിൽ കൂടി ഇതിൻ്റെ കീറലിൽ കൂടി പുറത്തോട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ആരും മറന്നു പോകരുത്. വെറുതെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെച്ചാൽ മാത്രം പോരാ, വരയിട്ട് കൊടുക്കുകയും കൂടി ചെയ്യണം. എന്നെങ്കിൽ നമുക്ക് കൂണുകൾ കിട്ടുകയുള്ളൂ. അതും പോരാഞ്ഞ് 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ബെഡിൽ നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ കൂണുണ്ടാവണമെങ്കിൽ ഇത് മാത്രം പോരാ, നല്ല രീതിയിൽ വായു സഞ്ചാരം കിട്ടുന്നിടത്ത് വേണം നമ്മുടെ ബെഡുകൾ വെക്കേണ്ടത്. നല്ല രീതിയിൽ വായു സഞ്ചാരം കിട്ടിയെങ്കിൽ മാത്രമേ കൂണുകൾ പുറത്തോട്ട് വരികയുള്ളൂ. ആദ്യത്തെ ഒരു 20 ദിവസം അധികം വെളിച്ചം കിട്ടാത്ത, വെട്ടമില്ലാത്ത, പരമാവധി ഇരുട്ടുള്ള സ്ഥലം തന്നെയാണ് എപ്പോഴും നല്ലത്. കൂണിൻ്റെ വളർച്ചയ്ക്ക് മൈസീലിയം വളരാൻ ഏറ്റവും നല്ല ഇരുട്ട് തന്നെയാണ്. 20 ദിവസത്തിന് ശേഷം നമ്മൾ ഈ ബെഡുകൾ വരഞ്ഞ് കൊടുത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല വായു സഞ്ചാരം ഉള്ളിടത്ത് കൂൺ ബെഡുകൾ നമ്മൾക്ക് ഉറയിൽ തൂക്കുകയോ അല്ലെങ്കിൽ അടുക്കളയുടെ വർക്ക് ഏരിയയിലോ എവിടെയാണെന്ന് ഏത് വീട്ടിലോ ഏത് സ്ഥലത്ത് മേശപ്പുറത്തോ എവിടെയും നമുക്ക് വെക്കാവുന്നതാണ്. കൂടുതൽ കൃഷി ചെയ്യണമെങ്കിൽ ചെറിയ ഷെഡ് തയ്യാറാക്കുക. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി പോയെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബെഡുകൾ നശിച്ചു പോയെങ്കിലോ അതെങ്ങനെ ഇരിക്കുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അഴുകിപ്പോയ കേടായ ബെഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ കറുത്തിരിക്കും. ഇതുപോലെ കറുത്ത് പോയിരിക്കും. വെള്ളം കൂടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇത് കേടായി പോയിക്കാണ് ഇതുണ്ടോ ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ എത്ര കീറിലിട്ട് കൊടുത്തിട്ടോ വെള്ളം നനച്ച് കൊടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ഇത് പോയത് തന്നെയാണ്. നല്ല ബെഡാണെങ്കിൽ അത് വെള്ള പൂപ്പൽ, അത് ഈ കറുപ്പിന് പകരം നല്ല വെള്ള പൂപ്പലായിരിക്കും ഇതിൽ കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഒരിക്കലും വെറുതെ തെങ്ങ് തോട്ടത്തിലൊന്നും കൊണ്ടേ കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നല്ലതാ ഇതുപോലുള്ള കമ്പോസ്റ്റ് ആക്കി മാറ്റിയെടുക്കാം. കണ്ടോ, നല്ല മണ്ണിര കമ്പോസ്റ്റ്. ഇതുപോലെയുള്ള പൊടിയുടെ കുറച്ച് മണ്ണിരയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല കമ്പോസ്റ്റ് ആക്കി ഞാൻ ടാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതുണ്ട് മണ്ണിര ഇട്ട് കൊടുത്തേക്കുന്നതാണ്. മണ്ണിര ഇതുപോലെയുള്ള പൊടികൾ നല്ല കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റിന് കിലോയ്ക്ക് 60 രൂപ വരെ വിലയുണ്ട്. നമ്മളിപ്പോൾ അഥവാ അഴുകിപ്പോയാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ നമ്മൾ ആ ബെഡ് കമ്പോസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂൺ കൃഷി ചെയ്യാൻ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂൺ ഉപയോഗിച്ച് നമ്മൾക്ക് കൂൺ കറി പോലെ തന്നെ കൂൺ ബിരിയാണി, കൂൺ പായസം, കൂൺ കേക്ക്, കൂൺ സ്വീറ്റ്സ്, കട്ട്ലേറ്റ്, സമൂസ, കൂൺ പൗഡർ, സൂപ്പ് പൗഡർ, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി കൂൺ കൃഷി ചെയ്യാൻ ഇത് എങ്ങനെ ചെയ്യും, അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ കച്ചി വെള്ളത്തിലിടണ്ട, അത് തിളപ്പിക്കേണ്ട, കഴുകി വാരണ്ട, ഉണക്കണ്ട, ആവി വെച്ച് പുഴുങ്ങണ്ട, അതിന് വേണ്ടി സമയം കളയണ്ട, വിഷമിക്കേണ്ട, ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിറ്റ് 2 കിലോ പെല്ലറ്റ്, ഓരോ കിലോ തൂക്കി PP കവറിൽ 2 കിലോ പെല്ലറ്റും അതിൻ്റെ കൂടെ 1 പാക്കറ്റ് വിത്തും കൂടി അടങ്ങുന്ന ഒരു കിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.